Okay, yes, welcome to New York section. Good evening, friends. നമ്മൾ രാവിലെ ഒരു ബ്രേക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ച വൺസിൻ്റെ ബ്രേക്കൗട്ട് സംഭവിച്ചു. ഞാനിവിടെ ഓൾറെഡി അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് ഒരു 445 ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു 10 48 അതിൽ നിന്നൊരു $10 താഴത്തോട്ട് ഇറങ്ങി. അതിനുശേഷം അത് നേരെ പോയിട്ട് അത് എസ് എല്ലിൽ ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷൻസിൽ വൺസിന് ഒരു $5 ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രേക്കൗട്ട് താഴത്തോട്ട് ബ്രേക്ക് നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് ഇറക്കി വെക്കാം എസ് എല്ലിൽ. അതിനുശേഷം ഒരു $5 ഇനിഷ്യലി നമുക്ക് പ്രോഫിറ്റിൽ നമുക്കത് ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും ഫസ്റ്റ് ഇത് നമുക്കൊരു നമ്മുടെ ആസ് പെർ ഇത് വെച്ചിട്ട് അത് എസ് എല്ലിലേക്ക് പോയി. ഓക്കെ, ഇനി അപ്കമിങ് സെനാരിയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്കമിങ് സെനാരിയോ എന്ന് പറയുന്നത് അഗെയിൻ ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഇതിനകത്താണ് പോകുന്നത്. എന്തായാലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മൂവ്മെൻറ്റ് അപ്വേർഡ് മൂവ്മെൻറ്റ് ആണെങ്കിൽ നമുക്കൊരു 4472.439 ഇതാണ് നമ്മുടെ ഓവർനൈറ്റ് മാർജിൻ വരാം. വൺസിൻ്റെ ഇവിടെ ഒരു റിജക്ഷൻ സംഭവിക്കാം. റിജക്ഷൻ സംഭവിച്ചിട്ട് വേണമെങ്കിൽ അത് അപ്പ് ട്രെൻഡ് ചെയ്ത് അത് ക്രോസ് ചെയ്ത ശേഷം നമ്മുടെ എൻട്രി പോയിൻ്റ് ആയാലും 4475.58 വന്നിട്ടൊരു റീട്രേസ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ഓക്കെ, പ്രൈസ് വിൽ ഗോ ടു നമ്മുടെ ഫസ്റ്റ് ഒരു ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റ്. ഫസ്റ്റ് ടി പി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 4493 പ്ലസ് 5.3 അതിൻ്റെ എസ് എൽ 61. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു 1:1 തന്നെയാണ്. 1:125 ആണ് നമ്മുടെ ടി പി. ഫസ്റ്റ് ടി പി, സെക്കൻഡ് ടി പി 510, തേർഡ് ടി പി 536. ഓക്കെ, ഇതാണ് നമ്മളൊരു അപ്വേർഡ് മൂവിലുള്ള ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മൊമെൻറ്റം താഴത്തോട്ടാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റിൽ റിജക്ഷൻ സംഭവിക്കുക 4334 ഒരു റിജക്ഷൻ വന്നിട്ട് പ്രൈസ് മേലോട്ട് പോവാം. അല്ലെങ്കിൽ വൺസിൻ്റെ അത് ക്രോസ് ചെയ്ത് 4432.222 വന്ന് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ശേഷം ഓക്കെ, അവിടെ ഒരു റീട്രേസ്മെൻറ്റ് എഗെയിൻ ആ പോയിന്റിൽ ഒതുക്കി വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡിൽ 4413 പോയിന്റിലേക്ക് നമുക്ക് ടി പി സെറ്റ് ചെയ്തിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ 396, 370 ഇതായിരിക്കും നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ടിലും ബ്രേക്ക് ഡൗണിലും സംഭവിക്കുന്നത്. ഓക്കെ, എന്തായാലും നോക്കാം. അതിനുശേഷം നമുക്ക് നാളെ എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ നോക്കാം. ഓക്കെ, താങ്ക് യു.